2 ദിവസം മുമ്പ് സുബൈർ സഖാഫി കുറ്റിക്കാട്ടൂരിന്റെ ഒരു ഇന്റർവ്യൂ കണ്ട്. അതെ, AP വിഭാഗം ജില്ലാ മുശാവറ അംഗം സുബൈർ സഖാഫി കുറ്റിക്കാട്ടൂര്. അദ്ദേഹത്തിന്റെ ആ ചർച്ചയിൽ നടന്ന കുറച്ച് വിഷയങ്ങളുടെ ക്ലാരിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ഉസ്താദിനോട് ചോദിക്കാം. ആ ചർച്ചയിൽ ജാവിയത്ത് സൂഫിയന്റെ കീഴിൽ നടക്കുന്ന പരിപാടികളെല്ലാം AP വിഭാഗത്തിലെ പൊന്മള ഉസ്താദിനെയും അതേപോലെ പേരോട് ഉസ്താദിനെയൊക്കെ വിമർശിക്കാൻ വേണ്ടിയിട്ട് മാത്രം നടത്തുന്ന പരിപാടികളാണെന്ന് മൂപ്പര് അതിൽ പ്രത്യേകം പറയുന്നുണ്ട്. അതിനെ പറ്റി ഉസ്താദ് എന്താണ്? അതിനെ പറ്റി പറയാന്ന് വെച്ചാൽ, ഇവിടെ നമ്മുടെ പരിപാടി ജാവിയൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ കാര്യമായി നമ്മൾ പരിശുദ്ധ സുന്നത്തി ജമാഅത്തിന്റെ അടിസ്ഥാനം മശായിഖന്മാരായിട്ടുള്ള മാർഗ്ഗമാണ്. അത് ബോധ്യപ്പെടുത്തുക, നന്നായി ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ ഒന്നാമത്തെ ലക്ഷ്യം. അത് മശായിഖന്മാരുടെ നിർദ്ദേശത്തിൽ നമ്മുടെ പരിപാടി നടക്കുന്നതും. ആ മേഖലയിൽ മശായിഖന്മാരെ നിഷേധിച്ചുകൊണ്ടും വിമർശിച്ചുകൊണ്ടും പുച്ഛിച്ചുകൊണ്ടും വരുന്ന ആളുകൾ അവിടെ പ്രതികളാവും. അവരെ ആദർശം, അവർ സംസാരിച്ചത്, അവരാ വാദം വെച്ചിട്ട് അവരെ ഗണിക്കുക മാത്രമാണ് നമ്മൾ ചെയ്യണത്. ഇത് ആദ്യകാലത്തേനേക്കാൾ തെളിവാണ് ഇപ്പൊ മുൻകാലത്തൊന്നും ഇപ്പൊ ഒരാൾ സംസാരിക്കണതിന് വീഡിയോ കിട്ടൂലല്ലോ. ഇപ്പൊ നമ്മൾ ആ വീഡിയോ സഹിതം, ആ വീഡിയോ ആണെങ്കിൽ അതിൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെങ്കിൽ അവരെ മറുവശത്തിലെ ആളുകൾക്ക് വ്യക്തമാക്കാലോ. അപ്പൊ സത്യസന്ധമായിട്ട് തന്നെ ആ കാര്യങ്ങൾ കൊണ്ടുവരിക ചെയ്യണം. ഇതിപ്പോ ആദ്യകാലത്ത് പിന്നെ നമ്മളെ സമസ്ത കേരള ജമിയത്തുലമ സമസ്ത ഉണ്ടാകുമ്പോൾ തന്നെ ഇതിന്റെ പശ്ചാത്തലം ഇങ്ങനെയാണല്ലോ. ഇപ്പോഴത്തെ പുതിയ തലമുറ വെറും സമസ്ത അറിഞ്ഞു പോവാണ്. സമസ്ത 100-ാം വാർഷികം എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായിരുന്നു ഈ സമസ്തയുടെ ആദ്യഘട്ടം എന്നുള്ള വിഷയം പലരും മനസ്സിലാക്കണില്ല. വലിയൊരു പ്രതിസന്ധി നിറഞ്ഞ സമയമാണത്. ഒരു പക്ഷേ ഇപ്പം അതിൻ്റെ കാര്യങ്ങൾ ആഴത്തിൽ പഠിക്കുന്ന ആൾക്കാർ കുറവായിരിക്കും. അതായത് നമ്മളെ നാട്ടിലുള്ള കുറച്ച് ഉസ്താദുമാര്, അത് ചെറിയ ആൾക്കാരൊന്നും അല്ല. ഇന്നിപ്പോ നമ്മളെ സമസ്തയിലുള്ള പണ്ഡിതന്മാരെന്നൊക്കെ പറയല്ലോ. ഈ പണ്ഡിതന്മാരൊന്നും അവരിലേക്ക് തട്ടിച്ചോക്കിയാലും ഒടുക്കത്തൂല. അപ്പൊ അതിൽ നമ്മൾ കാര്യമായിട്ട് പറയും KM മൗലവി. KM മൗലവി എന്ന് പറഞ്ഞാൽ തയ്യിൽ മുഹമ്മദ് കുട്ടി ബാക്കവിയാണ് അയാൾ. നമ്മുടെ കേരളത്തിലന്ന് ബിരുദ കോളേജ് എന്തില്ല, ഇല്ല. ഇപ്പൊ എല്ലാവരും വെല്ലൂർക്ക്, ലത്തീഫിയേക്ക് ഇങ്ങനെയൊക്കെ പോവുക. ഇപ്പൊ തയ്യിൽ മുഹമ്മദ് കുട്ടി ബാക്കവി അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഈ തയ്യിൽ മുഹമ്മദ് കുട്ടി ബാക്കവി എന്ന് പറഞ്ഞാൽ അന്ന് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരൊക്കെ സഹപാഠിയാണ്. രണ്ടാളും വെല്ലൂരിൽ നിന്ന് വന്നവരാണ്. അവർ നല്ല ചങ്ങാതിമാരാണ്. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ഈ ഖിലാഫത്ത് ലഹളൊക്കെ നടക്കുമ്പോൾ ഒരുമിച്ച് പ്രവർത്തിച്ച ആൾക്കാരവര്. പാങ്ങിലെ മുട്ടിലും രണ്ടാളും ഒരുമിച്ച് അതിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാർ, പിന്നെ പറവണ്ണ മൊഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ, ഇവരൊക്കെ ചങ്ങാതിമാരാ. അങ്ങനെയുള്ള കൂട്ടത്തിൽ നിന്ന് ഇടക്കാലത്ത് കൂടെ പഠിച്ച ശരീക്കും സഹപാഠിയൊക്കെ ആയ ആളുകൾ അവര് ഷെയ്ഖ് ജീലാനി തങ്ങളെയും നമ്മുടെ പാരമ്പര്യമായ വഴികളെ നിഷേധിച്ചുകൊണ്ട് വരികയാണ്. അവര് സ്വതന്ത്രമായ സംഘടന ഉണ്ടാക്കി ആ സംഘടന പിന്നെ ആ രൂപത്തിൽ അതിന്റെ പ്രവർത്തനങ്ങളായിട്ട് വന്നപ്പോഴാണ് കൂടെ ഒരുമിച്ച് കടന്നോലും നടന്നോലും ആയ ആൾക്കാർ അവിടെ വിയോജിക്കണ്. പാങ്ങിൽ തയ്യിൽ മുഹമ്മദ് കുട്ടി ബാക്കവിക്കെതിരെ ശക്തമായി രംഗത്ത് വരും. അപ്പം പാങ്ങിലെ മുട്ടിലിറക്കി തയ്യിൽ ബാക്കവിനോട് എന്തോ വ്യക്തിപരമായ പ്രശ്നം ഇല്ല, കൂട്ടുകാരായിരുന്നു. ആദർശ വ്യതിയാനം ഉണ്ടായപ്പം ആദർശപരമായി നേരിട്ടു. ഇത് നമ്മൾ അഭിമാനത്തോടു കൂടി പറയുന്ന ആൾക്കാരാണ് ഇന്നും. തയ്യിൽ മുഹമ്മദ് കുട്ടി ബാക്കവിക്കെതിരെ പാങ്ങിൽ അഹമ്മദ് കുട്ടി ബാക്കവി ശക്തമായി മുന്നേറി. ഇന്നിപ്പോ ഈ സുബൈർ സഖാഫി കുറ്റിക്കാട്ടൂർ പറഞ്ഞ വിഷയം ഇവിടെയും സംഭവിക്കുന്നത് അതാണ്. തയ്യിൽ മുഹമ്മദ് കുട്ടി ബാക്കവിന്റെയും MCC അബ്ദുറഹ്മാൻ ബാക്കവി, അഹമ്മദ് ബാക്കവി, എടവണ്ണ അലവി ബാക്കവി, ആ മൂല്യമാരെ കൂട്ടത്തിക്ക് ആ സ്വഭാവത്തിലേക്ക് പൊന്മള വന്നു, പേരോട് അബ്ദുറഹ്മാൻ സഖാഫി വന്നു. അപ്പൊ നമ്മൾ നിൽക്കുന്ന പോസ്റ്റ് പാങ്ങിലെ മുട്ടിലെ നിൽക്കുന്ന പോസ്റ്റിലാണ്. ഇതാണ് സമസ്തന്റെ വഴി. സമസ്തന്റെ ആദർശ രീതിയിലാണ് ഇപ്പം നൗഷാദ് അഹ്സൻ ഉസ്താദ് സംസാരിക്കുന്നത്. അല്ലാതെ ഇവരോട് വ്യക്തിവിരോധമല്ല. മടവൂരുമാല അത് മാത്രമല്ല, മൊഹീദ്ദീമാലനെ വിമർശിച്ചു, പലതുണ്ട്. അപ്പൊ നമ്മള് വ്യക്തിപരമായിട്ടൊരു ആക്ഷേപം ഒരിക്കലും പടല്ല. നമ്മൾ ആ പഴയ കാലത്ത് കണ്ട പേരോടല്ല എന്നുള്ളത് മാറി. ആദ്യകാലത്തുള്ള തയ്യിൽ മുഹമ്മദ് കുട്ടി ബാക്കി ആയില്ല അവസാന സമയത്ത്. ഈ തയ്യിൽ മുഹമ്മദ് കുട്ടി ബാക്കോ എന്ന് പറഞ്ഞാല് നമ്മളൊന്നുകൂടി മനസ്സിലാക്കണം. ഇപ്പോൾ OK സൈനുദ്ദീൻ കുട്ടി മുസ്ലിയാർ, AP ഭാഗം പറയാം റയീസുൽ ഉലമ സുലൈമാന്റെ ആശയം ഉസ്താദ്, റയീസുൽ ഉലമ സുലൈമാൻ മുസ്ലിയാർ മൂപ്പർ ഉസ്താദാണ്. ആര്? OK ഉസ്താദ്. OK ഉസ്താദിന്റെ ഉസ്താദാണ് കാപ്പാട് കുഞ്ഞാമൂലിയാർ. ഈ കുഞ്ഞാമൂലിയാർ ഉസ്താദാണ് ആര്? തയ്യിൽ മുഹമ്മദ് കുട്ടി ബാക്കവി. KM മൗലവി എന്ന് പറയണത്. ഇന്നിപ്പോ നമ്മൾ കുട്ടികൾ KM മൗലവിയാണ് തട്ടുമല്ലോ.
പക്ഷേ ഇന്ന് തട്ടുന്നത് കാലപ്പഴക്കം കൊണ്ടാണ്. കാരണം അയാൾ അത്രയും മോശമായി എല്ലാവർക്കും മനസ്സിലായി. ഈ തട്ടിങ് അടുത്ത തലമുറയിലും വരും. ഇന്നുള്ള ആളുകൾക്കാണ്, അന്ന് ഒരാൾക്കാർക്ക് ഉണ്ടായി എന്തിനാണ് പാങ്ങിലായ മുട്ടിലായിരുന്നു ചെയ്യുന്നത് ശരിയില്ല. അപ്പോൾ വളരെ ചുരുക്കി പറഞ്ഞാൽ നമ്മളിപ്പോൾ പൊന്മള പേരോട് എന്നുള്ളത് നമുക്ക് അവരോടൊന്നും വ്യക്തിപരമായിട്ട് യാതൊരു പ്രശ്നവുമില്ല. അങ്ങനെ മനുഷ്യരുണ്ടാകാൻ പാടില്ല. അവർ സാന്ദർഭികമായിട്ട് ചോദിക്കുന്നത്, നേരത്തെ ഉസ്താദിനെ ഈ പൊന്മുളയാരും പേരോട് സഖാഫിക്കായിട്ട് വ്യക്തിപരമായിട്ട് എന്തെങ്കിലും ബന്ധം ഉണ്ടായിട്ടുണ്ടോ? പൊന്മള മുസ്ലിയാരും പേരോട് വ്യക്തിപരമായി ബന്ധം എന്ന് പറഞ്ഞാൽ പൊന്മള മുലിയാരൊക്കെ ആയിട്ട് നമ്മൾ കുറെ ആദ്യകാലത്ത് തന്നെ ബന്ധമുണ്ട്. നമ്മൾ പണിക്കോട്ടും കൂടി ദർസിലൊക്കെ പഠിക്കണം. നിന്റെ ഉസ്താദൊക്കെ പലപ്പോഴും പോകും. നമ്മൾ തന്നെ ദർസിലുള്ള സമയത്ത് ചമ്മാടൊക്കെ പോകും. അത് പൊന്മള എന്നുള്ളതല്ല, ചെറുശ്ശേരി ഉസ്താദത്ത് പോക്കുണ്ട്. ഒരു പഠന മേഖലയിൽ പലയിടത്തും പോകുമല്ലോ, പോകലുണ്ട്. അതിന് നമുക്ക് പ്രശ്നമില്ല. പേരോട് പിന്നെ ഈ ഷാറൂഖ് പാർക്കിന്റെ വിഷയത്തിലാണ് നമ്മൾ അന്ന് ഇടപെട്ട സമയത്ത് 1-2 സമയത്തൊക്കെ മൂപ്പരെ കണ്ടിട്ടുണ്ട്, അത്രമാത്രം. പക്ഷേ ഈ ഷാറൂഖ് പാർക്കിന് ഇയാൾ എതിരാന്ന് പിന്നെ നമുക്ക് മനസ്സിലായി. ആദ്യം നമ്മളെ കൊണ്ട് വന്നപ്പോൾ ഇയാൾ ഇതിന്റെ വലിയ ആളാന്ന് മനസ്സിലാക്കി. പിന്നെ അയാൾ ആ ജിഷാനായിട്ടുള്ള കുസുകുസുരി മനസ്സിലായില്ലേ, എല്ലാം പുറത്തു വന്ന്. അതുപോലെ തന്നെയാണ് മറ്റാളും. മാത്രമല്ല മശായിഖന്മാരെ വിഷയത്തിൽ തീരെ അംഗീകരിക്കാൻ പറ്റാത്ത നിലപാട് വന്നപ്പോൾ നമ്മളോട് വിയോജിച്ചു. അത് തിരുത്തണില്ല, അവർ അനുയായികൾ അത് പ്രസംഗിച്ച് പ്രചരിപ്പിച്ച് നടക്കണ ഘട്ടം വന്നപ്പം ശക്തമായി നമ്മൾ നേരിട്ടു. അപ്പം നമ്മൾ ചുരുക്കി പറഞ്ഞാൽ കുറ്റിക്കാട്ടൂർ സുബൈർ സഖാഫി പറഞ്ഞതുപോലല്ല, എങ്ങനെ ഒരാൾ വന്നിട്ട് പറഞ്ഞോടൊന്നും കാര്യം സ്ഥിരപ്പെടില്ല. പൊന്മളയും പേരോടും അങ്ങനെ തുടങ്ങി ആരൊക്കെ ഉണ്ടാവട്ടെ, അവരെ നമ്മൾ വിമർശിക്കുന്നത് ആദർശപരമായിട്ടാണ്. ഞാൻ 1-2 കാര്യങ്ങളൊക്കെ ഉദാഹരണമായിട്ട് പറയാം. ഇപ്പം എല്ലാവരും കേട്ടിട്ടുണ്ടാവും, നമ്മളെ കേരളത്തിലൊക്കെ സുന്നി രംഗത്ത് അള്ളാന്റെ റസൂലിന് നേരുണ്ട് എന്നൊരു വാദം ഒരു സുന്നി മൂല്യാരി ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. ആരോ കേട്ടണോ? കിതാബിലൊക്കെ ഉള്ള ലം യക്കുലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വില്ലുൻ അസ്ലാം, ഇരല്ല. ഇതിനൊരു മാറ്റമില്ലല്ലോ. പക്ഷെ റസൂലാക്ക് ഇടക്കൊക്കെ നെയ്യലുണ്ടായി എന്നുള്ളൊരു വാദം ഇവിടെ ആരാ കൊണ്ടുവന്നത്? അയാളാണ് പറഞ്ഞത്. അതിൻ്റെ ഉത്തരവ് മാത്രമാണ് ഇത്. അയാളെ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നമല്ല, അയാളെ കുടുംബത്തിക്ക് കല്ലിട്ടതല്ലത്. ഈ വിവാദം ഉണ്ടാക്കിയതാരാ? മൂപ്പരന്നെ. അത് എൻ്റെ ഓർമ്മ ശരിയാണ്, സിറാജുലുദേ തന്നെ ഒരു പ്രോഗ്രാം വെച്ചിട്ട് കണ്ടിട്ടുണ്ടാവുമല്ലോ. ഒരാൾ ചോദ്യം ചോദിച്ച് അതിന് മറുപടി പറയണേ. ആ മറുപടി പറയുന്നത് ഇയാള് ഹദീസ് ഓതി ദുർവ്യാഖ്യാനിച്ചു. ഹദീസിനെ ദുർവ്യാഖ്യാനിക്കലാണ് മുജാഹിദിന്റെ പണി. ആ പണി ഇയാൾ നടത്തി. സൈനബ് ബീവി റസൂലുള്ളാന്റെ സൈനബീന്റെ വീട്ടിൽ റസൂല വരുന്നേ നട്ടുച്ച സമയത്ത് റസൂലുള്ളാനെ നേര് കണ്ടു. സാധാരണ മനുഷ്യനെ നട്ടുച്ച സമയത്ത് നേര് കാണില്ല, അത്ര ദൂരത്തുനിന്ന്. ഇനി നട്ടുച്ച സമയത്ത് എന്തോ നീരുണ്ടാവുകയാണെങ്കിൽ ആ നീര് ഒത്തിരി ഉണ്ടാവുള്ളൂ. കാരണം കീപ്പെട്ടല്ലത്, സൂര്യൻ അവിടെ അല്ലേ, നീലിനേക്കാളും ആളെ കാണും. ആളെ കാണും. അപ്പൊ നീയല് നോക്കിയിട്ട് ആളെ മനസ്സിലാക്കേണ്ടിയില്ല. അപ്പൊ എല്ലാ അർത്ഥത്തിലും സഫാത്ത്. അപ്പൊ അതിനൊരു ഹദീസ് പേരോട് സ്വന്തമായി ദുർവ്യാഖ്യാനം ചെയ്തു എന്ന് മാത്രമല്ല, മനുഷ്യൻ കേട്ട മഹാമണ്ഡത്തരം. നട്ടുച്ച സമയത്ത് നീര് കണ്ടു. ഞാൻ പറഞ്ഞ നട്ടുച്ച സമയത്ത് ഒരു സാധാരണക്കാരൻ നീരനെ ശരിക്കും കാണൂല. ഇങ്ങനെ ഇത്തിരി അങ്ങോട്ട് കൂടി തെറ്റിയാൽ തന്നെ നീര് ചെറുതും ജിസ്മ് ആളെ വലുതായിട്ടാണ് കാണുക. അപ്പോൾ ദൂരെ നിന്ന് റസൂലുള്ളാനെ കാണാൻ കഴിയാത്ത നീര് കണ്ടിട്ട് പിന്നെ ഇയാളെ മുഖത്ത് നോക്കിയിട്ട് മനസ്സിലാക്കി എന്തൊക്കെ മണ്ടത്തരോട് വരും. പിന്നെ മൂപ്പരോടെ കുറെ ഉരുണ്ട് പറഞ്ഞു അത് കണ്ണാടിയാണ്, മറ്റേതാണ് മറിച്ച്, എന്തൊക്കെ തിരുത്തണില്ല. ശ്രീകണ്ഠേശ്വരത്തിനെ നിഘണ്ടു കൊണ്ടുവന്നിട്ടാണ് ഇതിനെ ഈ ഹദീസിനെ വ്യാഖ്യാനിക്കുന്നത്. ഇന്നും ഈ നിമിഷം വരെ ഞാനിങ്ങനെ ഒരു പിന്നെ ചോദ്യപരം മറുപടിയിൽ ഒരു ചെറുപ്പക്കാരൻ്റെ ചോദ്യത്തിന് റസൂലുള്ളാഹിക്ക് നീരുണ്ടെന്ന് ഹദീസ് ഉദ്ധരിച്ച് പറഞ്ഞിരുന്നു. അതിൻ്റെ അടുത്ത് പറ്റിയത് തെറ്റാണ്, അള്ളാഹ് റസൂലിന് ഒരിക്കലും നീരില്ല എന്ന് ഇയാൾക്ക് ഇന്ന് വരെ പറയാൻ കഴിഞ്ഞിട്ടില്ല. അതാണ് ഇവരെ ഹൃദയശുദ്ധിയാണ്. ഹൃദയശുദ്ധി ഉണ്ടെങ്കിൽ മനുഷ്യൻ ആദ്യം ചെയ്യേണ്ടത് അതല്ലേ. അത് ചെയ്യാൻ വരെ അഹദത്തുൽ ഇസ്സത്തു ബിൽ ഇസ്മി, ദുരഭിമാനം. ഇപ്പം ഈ അടുത്ത് ഒരു വോയിസ് കേട്ടു ഞാൻ, പേരോടിൻ്റെ തന്നെ. ഏതൊരു അസ്മാവൊക്കെ നടത്തുന്നൊരു മൂല്യരാ തോന്നുന്നുണ്ട്. അയാളെന്തൊരു ദിക്റ് ചൊല്ലി കത്തിയും കടാരൊന്നും വേണ്ട, ശത്രുവിനെ പരാജയപ്പെടുന്നത് യാദൽ ജലാലി വല്ലിക്കറ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആക്കിയാൽ മതി, ആളവിടെ അപായപ്പെടും. അപ്പം പേരോട് ഇതിനെതിരെ പ്രസംഗിച്ചു. ഇതിനെതിരാണ് ഈ ആശയത്തിനെതിരെ അയാൾ പ്രസംഗിച്ചു. എന്നിട്ട് പിന്നെ പേരോട് ഈ മൂല്യർക്ക് വിളിച്ചിട്ടുണ്ട്. ഞാൻ അതിനെതിരെ സംസാരിച്ചിട്ടുണ്ട്. അത് പറയാൻ പാടില്ല, ഒക്കെ സമൂഹത്തിൽ തെറ്റായ ആശയങ്ങളാണ്. ഒരു തെറ്റ് കണ്ടാൽ നമ്മൾ തിരുത്തണമല്ലോ. അപ്പോൾ അത് നിങ്ങളാന്ന് അറിഞ്ഞുകൊണ്ടൊന്നല്ല, എന്നാലും ഞാൻ അതിനെതിരാണ്. എന്തായാലും നിങ്ങൾ തിരുത്തണം. എന്നിട്ട് പേരോട് ഉപദേശിക്കേണ്ട അയാളെ. പിന്നെ നിങ്ങൾ എൻ്റെ അടുത്ത് അങ്ങനെ അബദ്ധം സംഭവിച്ചു എന്ന് പറഞ്ഞിട്ട് വോയിസ് പേരോട് ഉസ്താദൊക്കെ പറഞ്ഞിട്ട് ഞാൻ ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ നന്നായി. നോക്കണം, അയാളാ പറഞ്ഞത്
ഒരു അസ്മായിൻ്റെ ഒരു സംഭവങ്ങൾ വേറെ കാര്യം. അതെ. ഇയാൾ ഇവിടെ ഉണ്ടാക്കി വെച്ച അബദ്ധങ്ങളും പ്രയാസങ്ങളും ഈമാനും റസൂലായി ബന്ധപ്പെട്ട ഇതൊക്കെ വരെ കോട്ടം തെറ്റിക്കണ്ടായിട്ട് അതിന് യാതൊരു പ്രശ്നമില്ല. നമ്മളിപ്പോൾ എന്താ പറഞ്ഞറിയോ, ഈ വാദം പുത്തൻവാദമാണ്, നീരുണ്ട് എന്നുള്ള വാദം അതൊരിക്കലും ശരിയില്ല, തിരുത്തണം. ഇത് നമ്മൾ പറയുമ്പോൾ എങ്ങനെയാണ് ഇത് കുറ്റം പറയലാണ്, ഇത് സുബൈർ സഖാഫി പറഞ്ഞ മണ്ടത്തരല്ലേ, ഇത് ഹക്കല്ലല്ലേ ആള്. അപ്പോൾ ഒരു നേതാവിന് പേച്ച അയാളെ പിന്നെ വ്യാഖ്യാനിച്ച് ഒപ്പിക്കാൻ വരുന്ന ഒരു തെമ്മാടിത്ത സ്വഭാവമാണ്. മറ്റിപ്പോൾ നമ്മളൊക്കെ കേട്ടല്ലോ, അള്ളാഹ് റസൂലിൻ്റെ ഷാറൂബാർക്ക് തീയിലിട്ടാ കഴിയും, ഹസായിസാണ് ഇതൊക്കെ. റസൂലുള്ളാഹിന്റെ കളറ് തന്നെ ഒരാൾ കറുത്തവനായിരുന്നു എന്ന് വാദിച്ചാൽ ഇസ്ലാമെന്ന് തന്നെ ഒരു ഇദ്ദത്താണ്. റസൂലുള്ളാഹിന്റെ വർണ്ണം അതിനേക്കാൾ മുത്തുനബിയുമായി ബന്ധപ്പെട്ട ഓരോ വിഷയം അതൊക്കെ. ഇയാളുടെ പുതിയ തഫ്സീർ ഇട്ടാൽ കരിയും വീണാ കഴിയൂല. ഇബ്രാഹിം നബിനെ തീയെ കുന്തിട്ടതാണ്. അപ്പോൾ റസൂലുള്ളാഹി തീയിക്കട ഉന്തിട്ടാൽ കരിക്കും, റസൂൽ അറിയാതൊരു തീയ്ക്ക് വീണാൽ കരിയില്ല. ഇത്ര മണ്ടത്തരാണ്. അപ്പം നമ്മൾ ഈ ആദർശപരമായിട്ടുള്ള വിഷയമാണ്. അതുപോലെ തന്നെ റസൂലുള്ളാഹിന്റെ മേനിയിൽ ഈച്ച ഇരിക്കുന്നത് തല വിലങ്ങത്തര അയാൾ പറഞ്ഞു, വസ്ത്രത്തിൽ ഇരിക്കൂലെന്ന് കിതാബിലുള്ളൂ, ശരീരത്തിൽ ഇരിക്കൂലെന്നില്ല എന്നാണ് ശരീരത്തിൽ ഇരിക്കും എന്നുള്ളത് കൈ സാധു പോണത്. ആ പറഞ്ഞ ശരിയില്ല നമ്മൾ പറയുന്നത്. ഫദ്ലൻ അൻ ജസദിഹി ഷരീഫ് എന്ന് വായിച്ചിട്ടാണ് ഇയാളെ അർത്ഥം വെക്കുന്നത്. ഇവരൊക്കെ മുഷാവറ മെമ്പറായി സെക്രട്ടറി ആയിരിക്കുകയാണ്. എന്താ അതിൻ്റെയൊക്കെ ഒരു കഷ്ടം.